നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടരിയാ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി, നമ്മളിന്ന് നമ്മുടെ വെള്ള ജിന്നിനെ റോഡ് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോഡ് ടെസ്റ്റ് അടിക്കാൻ കാര്യം. നമ്മുടെ ജിന്ന് ഇതേ ഇവിടെ നല്ല കണ്ടീഷനായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏക ഐഷർ വണ്ടിയാണ് ഗൈസ്. ഐഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിന്ന് മാത്രമേ നമ്മുടെ ഈ ഐഷർ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതേ ഞാൻ വണ്ടി കാണിച്ചു തരാം. ഇവനാണ് നമ്മുടെ വണ്ടി. ഓ എൻ്റെ മോനെ, പവർ സാധനം. നമ്മുടെ ജിന്ന് വെള്ളയടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ആ തലയെടുപ്പിന് ഒരു കുറവുമില്ല. ഇതേ നമ്മുടെ മോൺസ്റ്ററിൻ്റെ മുഖം പോലെയാണ് നമ്മുടെ ജിന്നിൻ്റെ ഫ്രണ്ട് വശം ഇരിക്കണത്. ഇതേ ഗ്ലാസ്സൊക്കെ തുറന്നിട്ടേക്കുവാണ്. അകത്തൊന്നും ഒരു സാധനം ഇല്ല ഗൈസ്. നമ്മുടെ പഴയ ജിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന വേഗത്തിൽ ഇടിവെട്ട് സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതേ ഒന്നുമില്ല ഗൈസ്. ഞാനിപ്പോൾ ഇനി ഇവൻ്റെ അകം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ സൈഡ് കളർ കോഡാണ് ഗൈസ്. നമ്മുടെ കേരളത്തിൻ്റെ കളർ കോഡാണ്. എന്നാ പറയാനല്ലേ, സാരല്ല. നമുക്കേതായാലും വണ്ടി ടെസ്റ്റ് അടിക്കാം ഗൈസ്. നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടാകുന്ന സൗണ്ടൊന്നും കേൾക്കണ്ടേ. ഏതായാലും നമുക്ക് ലൈലൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ടൊക്കെ നമ്മൾ കേട്ടതാണ്. നമുക്ക് ഐഷർ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് കേൾക്കാം. സീൻ സൗണ്ടാണ് ഗൈസ്. ഏതായാലും നമ്മുടെ ഐഷറിൻ്റെ സൗണ്ട് ഏതായാലും ലൈലൻഡ് പോലെയല്ല, ഇച്ചിരി എരപ്പ് കൂടിയ ഒരു സൗണ്ടാണ് ഗൈസ്. നമുക്കേതായാലും വണ്ടി എടുക്കാം. നമ്മുടെ ജിന്നിൻ്റെ സ്റ്റിയറിങ് എല്ലാവരും ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. ലൈലൻഡിൻ്റെ ലോഗോ ആണ് കൊടുത്തേക്കണത്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ലൈലൻഡാണ് ഓടിക്കുന്നത്, ആ ഒരു ഫീലിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഐഷർ ഓടിക്കുമ്പോൾ വേറെ ഫീലാണ്, വേറെ കാര്യം. അപ്പോൾ നമ്മളേതായാലും വണ്ടി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഓഫ് റോഡും നല്ല ദൂരമുണ്ട് ഗൈസ്. വീഡിയോക്ക് ഇച്ചിരി ലെങ്ത് കൂടും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഇടയ്ക്ക് ഇച്ചിരി ടാസ്ക്കുള്ള വഴിയൊക്കെ വന്നുണ്ട്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഗൈസ്. ഓ നമ്മുടെ ജിന്ന് ഏതായാലും ഈ വഴി ഇന്ന് മിക്കവാറും ജിന്നിൻ്റെ എല്ലാം ഒടിയണ ദിവസമാണ്. അടുത്ത ദിവസം നമ്മുടെ ഹാക്കറിൻ്റെ റോഡ് ടെസ്റ്റ് വരുന്നുണ്ട് ഗൈസ്. അതെല്ലാവരും ആ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ഓഫ് റോഡ് വഴി കൂടെയാണ് നമ്മുടെ ഹാക്കറിനെ ടെസ്റ്റ് ചെയ്യാൻ പോണത്. നമ്മുടെ ഹോൾമാർക്ക് വണ്ടിയാണ് ഗൈസ്. ഏതായാലും നമ്മൾ ജിന്ന് നല്ല പറന്നാണ് പോക്ക്. സ്പീഡ് ഗവർണർ നമ്മൾ കട്ട് ചെയ്തായിരുന്നു ഗൈസ്, അല്ലെങ്കിൽ 80 നിന്നേനെ. അപ്പം നമുക്ക് ഏതായാലും ഒയ്യോ വണ്ടിക്ക് എയർ സസ്പെൻഷനാണ്. അത് കാരണം കുഴി ചാടിയാവൊന്നും അറിയാൻ പറ്റിയല്ല അത്ര പിടിയിന്ന്. ഓക്കെ. ഇതെന്തോന്ന് കുറേ ചെളി പിടിച്ച സ്ഥലമൊക്കെയാണ് ഗൈസ്. വണ്ടിയുടെ പരിപ്പ് മിക്കവാറും ഇളകണ ലക്ഷണമാണ്. ഏതായാലും സീനില്ല. നല്ല പറപ്പിച്ചാണ് ഗൈസ് വണ്ടി പോക്ക്. എന്നാ ഇത് ഇടയ്ക്കൊക്കെ ബ്രേക്ക് ഇടേണ്ട കേസാണല്ലോ. ഓക്കെ. നമ്മുടെ വണ്ടി 100% ഹെൽത്താണ്. ഇതുവരെ ഹെൽത്തൊന്നും പോയിട്ടില്ല. പോട്ടെ വേഗം പോട്ടെ. അത് കാരണം വീഡിയോയ്ക്ക് ലെങ്ത് കൂടും, ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അയ്യോ പറഞ്ഞ് തീരെ നാക്കെടുത്ത് വായിടണേക്ക് മുന്നേ നല്ല ഇടി കാരണം കിട്ടാൻ പോയതാണ്, ജസ്റ്റ് മിസ്. ഏതായാലും പോട്ടെ. എൻ്റെ അമ്മോ, സൈഡൊക്കെ നമ്മൾ ഗ്ലാസ് കാണാൻ പോലും മേലെ നമ്മുടെ നെയിം ബോർഡുള്ള കാരണം. ഈ നെയിം ബോർഡ് നമ്മൾ വിസൽ നെയിം ബോർഡ് ആക്കും ഗൈസ് അടുത്ത ദിവസം. ഇപ്പം നമ്മളൊരു ലോക്കൽ സെറ്റപ്പിലുള്ള നെയിം ബോർഡാണ് വെച്ചേക്കണത്. നമ്മൾ വിസൽ നെയിം ബോർഡ് ആക്കും ഗൈസ്. പിന്നെ നമ്മുടെ ഈ ജിന്നെന്നുള്ള ഒന്ന് താത്താനും കൂടി ഉണ്ട്. അത് നമുക്ക് ആ സൈഡൊന്നും കാണാൻ പറ്റില്ല. ഇപ്പം തന്നെ ആ കാറ് കാണാൻ പറ്റില്ല. എൻ്റെ പോനെ ഇടിച്ച് നില്ല് ഗൈസ്. ഈ വണ്ടിക്ക് ഇച്ചിരി ബ്രേക്ക് കുറവാണോ എന്നൊരു സംശയം. നിൽക്കാൻ ഇച്ചിരി കനമാണ് വണ്ടിക്ക്. ഏതായാലും നമുക്ക് പോയേക്കാം ഗൈസ്. അങ്ങ് അറ്റത്തൊരു ടാങ്ക് കാണുന്നുണ്ട്. അതിൻ്റെ വലത്തോട്ടുള്ള വഴി കൂടിയാണ് നമുക്ക് പോകേണ്ടത്. ഇടത്തോട്ടുള്ള ഏതോ പട്ടിക്കാട്ടിലോട്ടൊക്കെയാണ്. നമ്മുടെ ഗൂഗിൾ അമ്മച്ചി കാണിക്കാനില്ല. അപ്പോൾ നമ്മുടെ ഗൂഗിൾ അമ്മച്ചി കൊണ്ടുവന്നാക്കിയ സ്ഥലമാണ് ഇത്. നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോകാൻ പോയപ്പോൾ അവിടെ വലിയ ഓഫ് റോഡൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഇച്ചിരി പ്രശ്നമൊക്കെ വന്ന വഴിയാണ്. വണ്ടി മിക്കവാറും ഇന്ന് പണി തീരുമെന്നാണ് എനിക്ക് തോന്നണത്. ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ഗ്രാൻഡ് BMR ഒരെണ്ണം നമ്മൾ പുതിയത് ഇറക്കിയതായിരുന്നു, അത് മറിഞ്ഞ്. എന്നിട്ടാണ് നമ്മൾ BMRൻ്റെ റോഡ് ടെസ്റ്റ് അടിച്ചത്.
ഇവിടെയാണെന്ന് തോന്നണ് മറിഞ്ഞത്. ഓ, നമ്മുടെ ജിന്ന് ഭാഗ്യത്തിന് മറിഞ്ഞില്ല. ലിപ്പ് ഒന്ന് ഇടിച്ചിട്ടുണ്ട്. 95% ഹെൽത്തായി ഗൈസ്. ഈ ഒരു കട്ടിങ് വരുമ്പോൾ എന്നാണേലും നമ്മുടെ ലിപ്പ് ഇടിക്കും. ഓ, വണ്ടി എന്തോ ഇതെന്നാ പരിപാടി, ഇത് വണ്ടിക്ക് പവർ പോരെന്ന് തോന്നുന്നു. ചവിട്ടിയിട്ട് അങ്ങ് സ്പീഡ് കൂടുന്നില്ല. ആ, കൂട് കൂട്. ഓ, സെക്കൻഡ് ഇട്ടിട്ട് തേർഡിലോട്ട് കയറ്റിയാൽ മതിയായിരുന്നു. ഇപ്പോൾ ഒറ്റയടിക്ക് തേർഡിലോട്ടായ കാരണം സ്പീഡ് കൂടാൻ പാടാണ് ഗൈസ്. ഓ, ഇവനാണെങ്കിൽ ഹോൺ അടിച്ചിട്ട് മാറണില്ല. നമുക്ക് ഈ സൈഡ് വഴി കയറി പോവാം ഗൈസ്. ഓ, തേർഡ് ഗിയറിലായിരുന്നു, മറന്നുപോയി ആ കാര്യം. എന്നാലും സാരമില്ല, നമുക്ക് ഇച്ചിരി സ്പീഡ് എടുത്തിട്ട് അവനെ ഓവർടേക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു സൈഡിൽ വെച്ച് നമുക്ക് ഓവർടേക്ക് ചെയ്യാം ഗൈസ്. സൈഡ് വഴി കയറി പോവാൻ പറ്റുമോ എന്ന് നോക്കാം. പോട്ടെ പോട്ടെ. ഇവന് തന്നെ ഈ കാണിക്കാൻ ഒന്നല്ലേ ഈ വേഗം പോടാവേ. ഓ, നമ്മുടെ ഡീസൽ വണ്ടി ഡീസൽ കുടിക്കുവാണോ? 142 ലിറ്ററായി ഗൈസ്. എനിക്ക് വയ്യ. വണ്ടി ഇവിടെ വരെ എത്തിയപ്പോഴത്തേക്ക് 200 എന്നുള്ളത് 145 ആയി. 142, സോറി. അപ്പോൾ അതേ നമുക്കൊരു വാട്ടർ റൈഡ് വന്നിട്ടുണ്ട് ഗൈസ്. ആഹാ, അടിപൊളി. ഏതായാലും നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽറ്ററെ മിക്കവാറും വെള്ളം കയറും, അത് ഉറപ്പായി. എന്നാലും സാരില്ല, പോട്ടെ പോട്ടെ. ഓക്കെ, സ്മൂത്തായിട്ട് പോട്ടെ. ആ, സെറ്റ്. ഓക്കെ, നമ്മുടെ വണ്ടി വാട്ടർ റൈഡ് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി പറപ്പിച്ച് പോകാം ഗൈസ്. ഫ്രണ്ടിലങ്ങ് ഒരൊറ്റ വണ്ടിയില്ല. അത് നമുക്ക് നേരെ സ്പീഡ് കൂട്ടി പിടിക്കാം. ഓ, മൂന്നാമത്തെ കയറി 110 കയറുന്നുള്ളൂ. ആ, 111. ഉയ്യോ, ഫ്രണ്ടിൽ തന്നെ MVD. ഇതന്നെ കാണുന്ന MVD ആണല്ലോ. അയ്യോ, ആ പോട്ടെ പോട്ടെ. ആ MVD അവിടെ പോയി. അയ്യോ, നമ്മുടെ വണ്ടി ഏതോ കുഴിയിലോട്ടൊക്കെ വന്ന് ചാടിയ പോലെ ആയിപ്പോയി. ഇപ്പോൾ നമ്മൾ കയറിയേക്കണം അത്യാവശ്യം ഓഫ് റോഡുള്ള വഴി കൂടിയാണ്. നമ്മുടെ വണ്ടിക്കാണെങ്കിൽ എയർ സസ്പെൻഷൻ ആയതുകൊണ്ട് കുഴി ചാടിയൊന്നും അറിയാൻ പറ്റിയല്ല. അതുകൊണ്ട് ഇതേ നമ്മൾ പറപ്പിക്കുവാണ് ഗൈസ്. ഓ, നമ്മുടെ ടയറിന്ന് മിക്കവാറും ഒരു റോട്ടിൽ കിടക്കും. ഏതായാലും നമുക്ക് പോയേക്കാം ഗൈസ്. നമ്മുടെ ശശിയണ്ണനാണെങ്കിൽ അടുത്ത വണ്ടി ടെസ്റ്റ് അടിക്കാൻ പോയേക്കാണ്. നമുക്ക് തന്നത് ജിന്നാണ്. അപ്പം നമ്മൾ നേരെ ജിന്നിനെ കൊണ്ട് ഇങ്ങനെ പോന്നു. പുള്ളിയാണെങ്കിൽ നമ്മുടെ കൊമ്പൻ ടെസ്റ്റ് അടിക്കുകയാണ്. നമ്മുടെ ബോംബെ, പുതിയ ബോംബെ പുള്ളി ടെസ്റ്റ് അടിക്കാൻ പോയി. അപ്പം നമുക്കേതായാലും പറപ്പിക്കാം ഗൈസ്. അയ്യോ, നമ്മുടെ VMR ഇവിടെയാണോ എന്നൊരു സംശയം മറിഞ്ഞത്. ഏതായാലും ഒരു വളവിലാണ് മറിഞ്ഞേക്കണത്, അതെനിക്കറിയാം. ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സംഭവം എങ്ങനെയോ മറിഞ്ഞു. ആദ്യം നമ്മൾ ഫസ്റ്റത്തെ റോഡ് ടെസ്റ്റ് ആയിരുന്നു, പിന്നെയാണ് നമ്മൾ സ്ഥലം മാറ്റി പിടിച്ചത്. ഇവിടെ നമ്മുടെ ജിന്നിനെ ആക്കാമെന്ന് വിചാരിച്ചു. ജിന്ന് അത്ര പിടിയുന്നൊന്നും അറിയത്തില്ല, കാരണം ഐഷറാണ്, അറിയാമല്ലോ. നമ്മുടെ ലൈലൻഡ് കഴിഞ്ഞാൽ പിന്നെ ഐഷറാണ് ആള്. പിന്നെ ടാറ്റയൊക്കെ അത് കഴിഞ്ഞാണ് വരുവുള്ളൂ. ഓ, പോട്ടെ പോട്ടെ. ഓക്കെ, സെറ്റ്. വണ്ടി നല്ല സുഖമായിട്ട് കയറി പോകണ്ട. എൻ്റെ അമ്മോ, ഫ്രണ്ട് ലിപ്പ് പൊളിഞ്ഞെന്ന് തോന്നുന്നു. ആ, 94% ഹെൽത്തായി ഗൈസ്. ഷോ, ആ പോട്ടെ പോട്ടെ. നമ്മുടെ ഈ വൈപ്പറൊക്കെ ഇട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് തൂക്ക് ലൈറ്റൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടാണ്. ആകെ 2 ഉള്ളൂ. അത് പിന്നെ കറങ്ങിയാലും കറങ്ങിയില്ലെങ്കിലും കണക്കാ. പക്ഷെ എന്നാലും ഇട്ടേക്കാം. ആ, പോട്ടെ പോട്ടെ. നമ്മുടെ നെയിം ബോർഡ് ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യാനുണ്ട്, പക്ഷെ ആ പേര് കാരണം കാണാൻ പറ്റാത്തതാണ്. നമ്മൾ ട്രാൻസ്പെറൻ്റ് ആക്കി കൊണ്ടുവരാം. അതായത് നമ്മുടെ ഈ വെള്ള കളറിൽ ജയ്ഗുരു എന്ന് എഴുതിയേക്കണത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി പിക്സലാക്കാൻ പോവാണ് ഗൈസ്. ഏതായാലും എൻ്റെ അമ്മോ, എടാ സ്ലോ ആക്ക്. അല്ലെങ്കിൽ ആ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ കൊക്കയാണ്. കാരണം വീണ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വണ്ടി ചളുങ്ങി കൂടി ഒരു വഴിയാവും. വണ്ടി എങ്ങനെ 94% ഹെൽത്തിലോട്ടൊക്കെ പോയി. ആദ്യത്തെ ഇടിയിലെങ്ങാണ്ട് 95 ആയായിരുന്നു. അത് എന്നെ ഇടിയാ പോയി ഇടിച്ചത്. എൻ്റെ അമ്മോ, ഇതന്നെ വണ്ടി ചെരിഞ്ഞു പോകണം. ഹൂ, ഒരു പ്രാവശ്യം നമ്മൾ ഇവിടെ നമ്മുടെ വേറൊരു വണ്ടിയും കൊണ്ട് വന്ന് നമ്മൾ വെട്ടണമുണ്ട്. അതുകൊണ്ട് പിന്നെ അറിയാം. ഇനിയിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഏതായാലും നമ്മുടെ ജിന്നിൻ്റെ അവസ്ഥ എന്നാന്ന് നോക്കാം. അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഹാക്കറിൻ്റെ അനിയൻ്റെ ഗ്രാഫിക്സ് അടിക്കാൻ പോവാണ് ഗൈസ്. നമ്മുടെ ഹാക്കറിൻ്റെ സെക്കൻഡ് എഡിഷൻ ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടവർക്കറിയാം. നമ്മൾ കുറേ നാളായി അതിന് ഗ്രാഫിക്സ് അടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. വണ്ടി ഇപ്പോൾ ഷെഡിൽ കിടക്കുവാണ്.
ഒരു സ്റ്റിക്കർ പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഫണ്ട് നല്ല ഷോർട്ടാണ് ഗൈസ്. ഈ ഒരു റോഡ് ടെസ്റ്റ് കൂടി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ബഡ്ജറ്റ് ഒന്ന് സെറ്റാക്കിയിട്ട് ഗ്രാഫിക്സ് അടിക്കാൻ വേണ്ടിയിട്ട്. നല്ല കാശാണ് പൊട്ടണത് ഗ്രാഫിക്സ് അടിക്കാൻ. നമ്മുടെ ഹാക്കറിന് ഗ്രാഫിക്സ് അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് കാശ് പൊട്ടി. ഇപ്പോഴും ഹാക്കറിൻ്റെ പണി ഇതുവരെ തീർന്നിട്ടില്ല. നമ്മൾ ഓരോരോ അപ്ഡേറ്റ്സ് കൊണ്ടുവരുവാണ്. നമ്മുടെ ഹാക്കറിൻ്റെ അകത്ത് കിക്കർ കയറ്റിയായിരുന്നു, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതായാലും നമ്മുടെ റോഡ് ടെസ്റ്റ് ഇവിടെ തീരാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മച്ചി പറയണ അങ്ങാണ്ട് 10 കിലോമീറ്റർ കൂടി ഉണ്ടെന്നാണ്. എൻ്റെ ദൈവമേ, ഇപ്പം തന്നെ നമ്മൾ ഏതോ ഒരു കാട്ടിൽ കൂടിയൊക്കെയാണ് പോണത്. 134 ലിറ്റർ, എൻ്റെ പൊന്നടാവേ. ഈ വണ്ടിക്ക് ഒട്ടും മൈലേജ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഡീസൽ അടിക്കാൻ നഷ്ടമാണ്. 134 ലിറ്ററൊക്കെ ആയി, ഡീസൽ കുടിക്കുവാണ് വണ്ടി. അപ്പോൾ ഇത് ഏതായാലും വന്ന വണ്ടീനെ മുഴുവൻ ഓവർടേക്ക് ചെയ്ത് വിടുവാണ്. ഏതായാലും നമുക്കിനി ഡീസൽ കാശ് ഇനിയിപ്പോൾ അയ്യോ ഇനിയിപ്പോൾ ഡീസൽ കാശൊക്കെ കൊടുത്തു വരുമ്പോഴത്തേക്കും നമ്മുടെ റോഡ് ടെസ്റ്റിൻ്റെ കാശ് മിക്കവാറും പോക്കാമെന്നാണ് എനിക്ക് തോന്നണം. ഇവിടെ എവിടെയോ ഒരു ഒടി വന്നതായിട്ട് നമ്മുടെ അമ്മച്ചി പറയണമുണ്ട്. ഇത് തന്നെ നമ്മുടെ പാലം എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെയും പാലമാണ്, അടിപൊളി. ഏതായാലും പാലം എത്തിയിട്ടുണ്ട്, നമുക്ക് ഇതുവഴി കയറ്റി വിടാം. ഇതന്നെ വണ്ടിയൊക്കെ അവിടെ തന്നെ നിർത്താം. പാലത്തിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് വാഴ നട്ട് വെച്ചേക്കണ്. ഇത് ഏതവനാണോ ഇതിൻ്റെ നടുക്കൊക്കെ കൊണ്ടുവന്ന് ഓരോന്ന് പണിത് വെക്കണത്. ഇനിയിപ്പോൾ ഏതായാലും ബാക്കി വണ്ടിയൊക്കെ അവിടെ പെട്ടുപോയി. നമ്മുടെ വണ്ടി ഒന്ന് പോവാതെ നമുക്ക് എടുത്തുകൊണ്ട് പോവാം. പറ്റുമോയെന്ന് നോക്കട്ടെ ആദ്യം. അയ്യോ ഇതന്നെ അയ്യോ നമ്മുടെ വണ്ടിയുടെ ടയർ അതിൻ്റെ അകത്തായിപ്പോയി ഗൈസ്. അടിപൊളി. ജിന്നിൻ്റെ പരിപ്പ് ഇളകി. ജിന്ന് അയ്യോ ഇതന്നെ ഫ്രണ്ട് പൊങ്ങിക്കിടക്കണം. ബാക്ക് വശം അകത്തോട്ട് കയറിപ്പോയി. ഈ പാലത്തിന് ഒടുക്കാത്ത ഗ്യാപ്പാണ് ഗൈസ്. ഇത് കണ്ടോ, നല്ല ഗ്യാപ്പുണ്ട്. ഞാൻ ഇതിൻ്റെ ഹെലിക്യാമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അകത്തുനിന്നുള്ള വിഷ്വൽസ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണു തള്ളിപ്പോവും. അപ്പോൾ നമുക്ക് നേരെ വണ്ടി ഈ സൈഡ് വഴി കയറ്റി എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എൻ്റെ അമ്മോ അയ്യോ ഡേ നമ്മുടെ ജിന്ന് വെള്ളത്തിൽ പോയി. അയ്യോ ഇതേ വണ്ടി വെള്ളത്തിൽ പോയി ഗൈസ്. അയ്യോ ഗ്ലാസ് അടച്ചില്ലായിരുന്നോ? ഈശ്വര. പേടിക്കണ്ട, വണ്ടി ഫുള്ള് വാട്ടർ പ്രൂഫാണ്, കുഴപ്പമൊന്നുമില്ല. അകമൊക്കെ ഏതായാലും നമ്മൾ കഴുകി വിടാറുള്ള സാധനമായതുകൊണ്ട് കുഴപ്പമില്ല. തിരിച്ചെടുക്കാൻ കഴിയും. ഇനിയിപ്പോൾ വെള്ളത്തിൽ കൂടി തന്നെ കയറ്റേണ്ട വരും. വെള്ളം നമുക്ക് ചീറ്റിച്ചങ്ങ് എടുക്കാം. പോട്ടെ സെക്കൻഡ് ഇട്ട് ഇടിച്ചിറക്കി. എൻ്റെ പൊന്നോ, നമ്മുടെ ജിന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോയി ഗൈസ്. നമ്മുടെ ജിന്ന് വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വരുവാണ്. ഇപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട് മൊത്തത്തിൽ. നമ്മുടെ ബാക്ക് വശം പൊളിഞ്ഞെന്നാണ് എനിക്ക് തോന്നണത്. ഹെലിക്യാമിൽ കാണിക്കുന്നുണ്ടാവും അവര്. അച്ചോ നമ്മുടെ ജിന്ന് പൊളിഞ്ഞ് ഗൈസ്. ജിന്നിൻ്റെ മൂട് മുഴുവൻ ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് നാശമായി. ഇനിയിപ്പോൾ അതിൻ്റെ കാശ് കൊടുക്കേണ്ട വരും. ഇതെന്നാ ഹെൽത്ത് ചുമ്മാ പോണ്. ഈ വണ്ടിക്ക് ഫിറ്റ്നസ് ഒന്നും ഇല്ലേ? 86% ഹെൽത്തായി ഗൈസ്. ചിലപ്പോൾ ആ വെള്ളത്തിലോട്ട് ഇടിച്ചിറങ്ങിയിട്ടായിരിക്കും. നല്ല ആഴമുള്ള സ്ഥലമായിരുന്നു. എന്നാലും സാരമില്ല, നമ്മൾ വെള്ളത്തിൽ കൂടിയൊക്കെ കയറ്റി ഇറക്കിയിട്ടുണ്ട്. ഗ്ലാസ് നമ്മൾ അടച്ചിടണ്ട, ഗ്ലാസ് തുറന്നിട്ടേക്കാം. AC ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല ഗൈസ്. ഓക്കെ, ഏതായാലും നമ്മുടെ ഗൂഗിൾ അമ്മച്ചി ഇതെന്നാ പരിപാടിയാ? നമ്മുടെ അമ്മച്ചി നമ്മളെ പറ്റിച്ചെന്ന് തോന്നുന്നുണ്ട്. ഗൂഗിൾ മാപ്പിൽ ഒരു സാധനവും കാണിക്കാനില്ല, മൊത്തം ബ്ലാങ്കായി കിടക്കുവാണ്. അച്ചോ പണി പാളി. ഇനി ഈ വഴി എവിടെ ചെന്ന് അവസാനിക്കും ദൈവത്തിനറിയാം. ഞാൻ ഈ വഴി ഇതുവരെ വന്നിട്ടുമില്ല. എൻ്റെ പൊന്നടാവേ. ഇത് അത്യാവശ്യം ദൂരമുണ്ട് ഗൈസ്. ഇവിടെ എങ്ങാണ്ട് ഒരു ടാർ റോഡ് ഉള്ളതായിട്ട് എനിക്കറിയാം. ഞാൻ നേരത്തെ മാപ്പ് നോക്കിയപ്പോൾ കണ്ടതാണ്. പക്ഷെ നമ്മുടെ വണ്ടിക്കകത്ത് മാപ്പ് അത്ര ശരിയല്ല ഗൈസ്. അതെ, ഫ്രണ്ടിൽ ഒരു റോഡ് കാണുന്നുണ്ട്. അതാന്ന് തോന്നുന്നു ടാർ റോഡ് വന്നത്. അയ്യോ പണി പാളി. ഓക്കെ, അതെ നമ്മുടെ ടാർ റോഡ്. എൻ്റെ അമ്മച്ചിയെ ഞാൻ വണ്ടി ചെരിഞ്ഞൊക്കെ പോണ്. അയ്യോ ഈ വണ്ടി ശരിയല്ല ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി തൊടാൻ പറ്റിയല്ല. നമ്മുടെ ഐഷർ ഇച്ചിരി പ്രശ്നമാണ്.
ബ്രേക്ക് ഇച്ചിരി കുറവാണ് ഗൈസ്. ബ്രേക്ക് ഇല്ല. ഏതായാലും പോട്ടെ. ഓ പറപ്പിച്ച് പോട്ടെ. ഇവിടെ സ്ലീപ്പർ ബസ്സാ. ഷോ, ഇത് എന്നാ സ്ഥലം ഇതുവരെ തീരാത്ത. അയ്യോ, 129 ലിറ്റർ ഡീസല്, 28ആയി. എനിക്ക് വയ്യ. മിക്കവാറും ഡീസൽ കയറുന്ന വഴിയിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട് ഏതായാലും. ഓ ഭാഗ്യം, ഒരു വിധത്തിൽ എത്തി. ഈ സ്ഥലം തന്നെയാണോടെ പറഞ്ഞത്? കണ്ടെയ്നർ നിർത്തിയിട്ടുണ്ട്. ഇത് തന്നെ. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറ്റിയിടാം ഗൈസ് നമ്മുടെ വണ്ടി. നമ്മുടെ ജിന്നിൻ്റെ ബാക്ക് ലിപ്പ് മൊത്തം പൊളിഞ്ഞിട്ടുണ്ട്. ഒരു ഡിക്കിയൊക്കെ സൈഡിൽ പൊളിഞ്ഞെന്നാണ് എനിക്ക് തോന്നണത്. ഞാൻ ഹെലിക്യാമിൽ കണ്ടത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ കണ്ടുമില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഇറങ്ങി നോക്കാം ഗൈസ്. നമ്മുടെ ജിന്നിൻ്റെ കണ്ടീഷൻ ഏതായാലും കഷ്ടമാണ്. ഞാൻ വണ്ടി കാണിച്ചു തരാം. വണ്ടിയുടെ സൈഡൊക്കെ ഇച്ചിരി പൊളിഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിനൊന്നും പറ്റിയിട്ടില്ല. നമ്മുടെ ലിപ്പിനൊരു ചെറിയ തട്ട് കിട്ടി, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ സൈഡിലോട്ട് വരുമ്പോൾ ഞാൻ സൈഡ് കാണിച്ചു തരാം. എവിടെ അതെ ഇവിടെയാണെന്ന് തോന്നുന്നു. ഇത് തന്നെ. സൈഡ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊളിഞ്ഞ് നാശമായി. ഈ ലൈറ്റ് ഒന്നും ഇനി വർക്കാവുകയില്ല, അതെല്ലാം ഇനി മാറേണ്ട വരും. അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. നമുക്കതായാലും മാറാം ഗൈസ്, അല്ലാതെ പിന്നെ എന്നെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സൈഡ് ഇച്ചിരി പൊളിഞ്ഞായിരുന്നു. ഈ സൈഡാണോ അപ്പുറത്തെ സൈഡാണോ നോക്കട്ടെ. ഏതായാലും ഈ സൈഡാണെന്ന് തോന്നുന്നു. ബാക്കിനൊന്നും വേറെ വലിയ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. ഈ ഡീസൽ ടാങ്കിൻ്റെ എവിടെയാണെന്ന് തോന്നുന്നു പൊളിഞ്ഞ. അതെ ശരിയാ, ഇച്ചിരി ചളുങ്ങിയിട്ടൊക്കെ ഉണ്ട്. വെള്ളയായതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും ഇവിടെയാണ് ചളുങ്ങിയേക്കണത്. അപ്പോൾ ഇവൻ്റെ ഇൻറ്റീരിയർ ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, സെറ്റൊക്കെ അഴിച്ച് ദൂരെ കളഞ്ഞ്. നമ്മുടെ വാതിൽ അടച്ചിട്ടേക്കുമായിരുന്നു. മറന്നുപോയി ആ കാര്യം. സാധാരണ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ വാതിൽ തുറന്നിട്ടിട്ടാണ് ഇറങ്ങാറ്. നമുക്ക് ഏതായാലും വാതിൽ തുറക്കാം ഗൈസ്. ഓക്കെ, നമ്മുടെ വാതിൽ തുറന്നിട്ടുണ്ട്. എയർ ഡോറാണ് ഗൈസ്. നമുക്ക് അകത്ത് കയറി നോക്കാം. നമ്മുടെ സ്റ്റെപ്പൊക്കെ ലോക്കൽ സെറ്റപ്പ് ആക്കി ഗൈസ്. ക്യാബിൻ ഇതാണ്. ക്യാബിനിലെങ്ങും ഒരു സാധനവും ഇല്ല. നമ്മുടെ സ്പീക്കർ ഈ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു, മൊത്തം അഴിച്ച് കളഞ്ഞു ഗൈസ്. നമ്മുടെ റെക്സിനും സംഭവമൊക്കെ മാറ്റി. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്യാബിൻ. ഇനി അകത്തോട്ട് നോക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അകം. ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ആകെ ആ സൈഡിലൊരു 2 പിക്സലും പിന്നെ AC വെൻറ്റിൻ്റെ അവിടെ കുറച്ച് നിയോണും മാത്രമേ ഉള്ളൂ. ബാക്കി 2 തൂക്ക് ലൈറ്റ് മാത്രമുണ്ട്, അതും ലോ ക്വാളിറ്റി സാധനമാണ്. ബാക്കി എല്ലാം അഴിച്ചു ഗൈസ്. നമ്മുടെ പഴയ ജിന്നിൻ്റെ കാര്യം നോക്കിയാൽ അറിയാം, സൈഡ് മുഴുവൻ സ്പീക്കറൊക്കെ ഉണ്ടായിരുന്നതാണ് എല്ലാ സീറ്റിൻ്റെ സൈഡിൽ. അതെല്ലാം അഴിച്ചു കളഞ്ഞു ഗൈസ്. ഇപ്പോൾ ഒരു 10 സ്പീക്കർ എങ്ങാണ്ട് ഈ വണ്ടിക്കകത്ത്. പിന്നെ 2 JBL ഇരിപ്പുണ്ട്, അതുമാത്രം ഉള്ള ആകെപ്പാടെ. എന്ത് ചെയ്യാനാന്ന് പറ. നമ്മുടെ പഴയ ജിന്നായിരുന്നു നമുക്ക് ടെസ്റ്റ് ചെയ്യാനും ഒരു സുഖം. അപ്പം നമ്മുടെ കളർ കോഡ് അടിച്ച ജിന്നും സെറ്റ് വർക്ക് ഒന്നും ഇല്ലാത്ത ജിന്നി കയറിയപ്പോഴത്തേക്കും നമ്മുടെ ഒരു അവസ്ഥ കണ്ടില്ലേ, എന്നാ അല്ലേ. അപ്പോൾ നമുക്ക് ഏതായാലും താഴെ ഇറങ്ങാം ഗൈസ്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ LED സ്ക്രീനും മാറ്റി, അത് നമ്മൾ ചെറുതാക്കിയായിരുന്നു ഗൈസ്. ഇത്രയാണ് നമ്മുടെ അകത്തെ വിശേഷങ്ങളൊക്കെ, ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ നെയിം ബോർഡ് നമ്മൾ വിസൽ നെയിം ബോർഡ് ആക്കും ഗൈസ് അടുത്ത ദിവസം. ഇതിൻ്റെ റിപ്പയറിങ് വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.